നമസ്കാരം. കുറച്ച് ദിവസമായിട്ട് ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് ആലോചിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ കുറച്ച് സുഹൃത്തുക്കൾ എന്നെ കണ്ടപ്പോൾ പറഞ്ഞു, ഇപ്പോൾ എമ്പുരാൻ സിനിമ ഇറങ്ങിയിട്ടുണ്ടല്ലോ, സിനിമ കണ്ടപ്പോൾ എന്തെങ്കിലും വീഡിയോ ചെയ്യണം എന്നുള്ള രീതിയിൽ അവർ പറയുകയും ചെയ്തു. അപ്പോൾ എന്തായാലും ചെയ്യാം. എൻ്റെ സിനിമ കണ്ട സ്ഥിതിക്കും മാത്രമല്ലല്ലോ, നമ്മുടെ മലയാള സിനിമാ ചരിത്രത്തിൽ തന്നെ നമ്മൾക്ക് ഏറ്റവും അഭിമാനിക്കാവുന്ന ഒരു മലയാളത്തിൻ്റെ ബ്രഹ്മാണ്ഡ സിനിമയാണ് സത്യത്തിൽ എമ്പുരാൻ. സിനിമയെക്കുറിച്ച് എൻ്റേതായ അഭിപ്രായങ്ങൾ പറയണമെന്നുള്ള ആഗ്രഹത്തെ തുടർന്ന് ഒരു വീഡിയോ ആണത്. ഇത് റിവ്യൂ ആയിട്ടൊന്നും കണക്കാക്കേണ്ട കാര്യമില്ല. അതിൽ റിലീസായ ഏതാണ്ട് 48 മണിക്കൂറിനുള്ളിൽ വേൾഡ് വൈഡ് 100 കോടി കളക്ട് ചെയ്യും. അതിനെ തുടർന്ന് ഏകദേശം ഒരാഴ്ച പിന്നിടുന്നതിന് മുമ്പ് തന്നെ 200 കോടിയിലേക്ക് ചിത്രം കടക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ മലയാള സിനിമയെ സംബന്ധിച്ച്, ഒരു ചെറിയ ഇൻഡസ്ട്രിയെ സംബന്ധിച്ച്, ഇന്ത്യൻ സിനിമയ്ക്കും അല്ലെങ്കിൽ ലോക സിനിമയ്ക്കും മുമ്പിൽ മലയാളത്തിൻ്റെ ബ്രഹ്മാണ്ഡ ചിത്രമാണ് ചിത്രത്തിൻ്റെ സംവിധായകനായിട്ടുള്ള ശ്രീ പൃഥ്വിരാജ് സുകുമാരൻ അണിയിച്ചൊരുക്കിയിട്ടുള്ളത്. അങ്ങനെ നിൽക്കുമ്പോൾ തന്നെ പൃഥ്വിരാജിൻ്റെ നമ്മൾ പണ്ട് കണ്ടിട്ടുള്ള പല ഇൻ്റർവ്യൂസിൽ അദ്ദേഹം പറയുണ്ടായിട്ടുണ്ട്. ഇത് സിനിമ പോലെ, അല്ലെങ്കിൽ ഇപ്പോൾ ബാഹുബലി പോലെ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഏകദേശം ചെറിയ പ്രായത്തിൽ തന്നെയുള്ള ഇൻ്റർവ്യൂസിൽ പറയാറുണ്ട്, എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് മലയാള സിനിമയെ ലോക സിനിമയുടെ മുന്നിലെത്തിക്കുക, അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയുടെ തലപ്പത്തെത്തിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നുണ്ട്. ആ ഒരു യാത്രയിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു സഫരിയയിൽ ഏറ്റവും എന്താ പറയുക, ഏറ്റവും അദ്ദേഹത്തിന് ചെയ്യാവുന്ന ഒരു വലിയൊരു മലയാള സിനിമയ്ക്കുള്ള ഡെഡിക്കേഷനായിട്ട് തന്നെ നമുക്ക് ഈ ചിത്രത്തെ കാണാൻ പറ്റും. ഷെയറായിട്ടുള്ള ആക്ടേഴ്സിനെ കൊണ്ടുവന്ന് നമ്മളിവിടെ കോർഡിനേറ്റ് ചെയ്യിക്കുക, അല്ലെങ്കിൽ നമ്മുടെ സിനിമയിലേക്ക് അവരെ കൊണ്ടുവന്ന് അഭിനയിപ്പിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു ചെറിയ കാര്യമല്ല. അതുപോലെ തന്നെ ബോളിവുഡിലുള്ള ആക്ടേഴ്സ് ആണെങ്കിലും, ബോളിവുഡിൽ പിന്നെ നമ്മുടെ ഇന്ത്യൻ സിനിമ ഉള്ള നിലക്ക് അവർ വരെയും അഭിനയിക്കുകയും ചെയ്യുമെങ്കിൽ പോലും ഇത്ര പ്രഗത്ഭരായിട്ടുള്ള വിദേശ താരങ്ങളെ കൊണ്ടുവന്നിവിടെ അഭിനയിപ്പിക്കുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. പിന്നെ നമ്മളുടെ ഈ പറഞ്ഞതുപോലെ നമ്മളുടെ ഒരു മുഖമുദ്രയായിട്ടുള്ള ലാലേട്ടനെ കൊണ്ട് ഒരു മുഖ്യ കഥാപാത്രം ചെയ്യിച്ച് ഈ സിനിമ ശരിക്കും മലയാളിയെ സംബന്ധിച്ച് അഭിമാനിക്കാവുന്നതും, നമുക്ക് ആരുടെ മുമ്പിൽ ഇതൊരു മലയാള സിനിമയാണ് അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയാണ് എന്ന് പറഞ്ഞ് ലോകത്തിന് മുമ്പിൽ നമുക്ക് കാണിക്കാവുന്ന ഒരു സിനിമ തന്നെയാണ് തീർച്ചയായിട്ടും എമ്പുരാൻ. ചിത്രം എത്രത്തോളം വലിയ ഹിറ്റായിട്ടുണ്ടോ അത്രത്തോളം തന്നെ വിവാദങ്ങളിൽ പിടിമുറുക്കിയിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് കൃത്യമായിട്ട് രാഷ്ട്രീയ ബോധ്യവുമുള്ള ആളുകൾക്ക് വ്യക്തമായിട്ട് ഈ സിനിമ മനസ്സിലായിട്ടുണ്ട്. കാരണം നമ്മൾ കണ്ടു വഴിയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മളുടെ എല്ലാവരുടെ ഉള്ളിലുള്ള ഇന്ത്യൻ ചരിത്രമാണെങ്കിലും സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ഇങ്ങോട്ടുള്ള ഇന്ത്യയിൽ നടന്നിട്ടുള്ള ഏതൊക്കെ രീതിയിലുള്ള വയലൻസ് കുറ്റകൃതികളടക്കം നടന്നിട്ടുള്ള പല വിഷയങ്ങളെക്കുറിച്ച് നമുക്കറിയാവുന്നതും, കേരളത്തിൽ നടന്നിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളും രാഷ്ട്രീയ മാറ്റങ്ങളും എല്ലാം ബന്ധിപ്പിച്ചുകൊണ്ട് അതെല്ലാം നമ്മുടെ മനസ്സിൽ ഓരോ സ്പന്ദനങ്ങൾ പോലെ, ഈ പറഞ്ഞതുപോലെ അത് ഓർമ്മകളിൽ ഓരോ ബുക്കിട്ട് പോകുന്ന പോലെ ഓരോ ഡയലോഗ്സ് ആയാൽ പോലും അത്ര പവർഫുള്ളായിട്ട് എഴുതിയിട്ടുള്ള തിരക്കഥയാണ് മുരളി ഗോപി ഈ ചിത്രത്തിന് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. ഇത് മാത്രമല്ല, ഇതിനു മുമ്പ് ഇറങ്ങിയിട്ടുള്ള ലൂസിഫർ എന്ന് പറഞ്ഞ ചിത്രത്തിലും ഇത്രയും നമ്മുടെ പൊളിറ്റിക്സ് കൃത്യവും വ്യക്തവുമായിട്ട് നമ്മളെങ്ങനെ കഥാപാത്രങ്ങൾ മറ്റുള്ള നായകന്മാരാണ് അവതരിപ്പിക്കുന്നതെങ്കിൽ പോലും നമ്മൾക്ക് പരിചിതമായിട്ടുള്ള, നമ്മൾ അനുഭവിച്ചു പോന്നിട്ടുള്ള, നമ്മൾ കണ്ടിട്ടുള്ളതുമായിട്ടുള്ള ചരിത്രബോധവും രാഷ്ട്രബോധവും ഒക്കെ അടങ്ങിയിട്ടുള്ള പൊളിറ്റിക്സ് തന്നെയാണ് കൃത്യമായിട്ട് ഈ സിനിമയിൽ പറഞ്ഞിട്ടുള്ളത്. വ്യക്തമായ രാഷ്ട്രീയം പറയുന്ന സാഹചര്യത്തിൽ എമ്പുരാനെതിരെ ഉയർന്നു വന്നിട്ടുള്ള പ്രതിഷേധം, ശക്തമായിട്ടുള്ള പ്രതിഷേധം എന്ന് പറഞ്ഞാൽ, എന്നാൽ പോലും ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികളായിട്ടുള്ള ജനങ്ങൾ അതിനെ മനസ്സിലാക്കുകയും എന്താണ് കൃത്യമായി സംഭവിച്ചിട്ടുള്ളതെന്ന് ബോധ്യപ്പെടുകയും ചിത്രത്തിലൂടെ ജനങ്ങളിലേക്ക് വീണ്ടും, ഇപ്പോൾ പുതിയ ജനറേഷന് ഈ ചരിത്ര ബോധ്യം ചിലപ്പോൾ അതിനെക്കുറിച്ച് അറിയില്ലായിരിക്കും. ഒരു പക്ഷേ ഈ പുതിയ കാലഘട്ടത്തിൽ ഈ സിനിമ കണ്ടു കഴിഞ്ഞതിന് ശേഷം അവരതിനെക്കുറിച്ച് അന്വേഷിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുകയും അവർ പലപ്പോഴായിട്ട് അന്വേഷിച്ചത് കണ്ടുപിടിക്കുകയും എന്താണ് ആ കാലഘട്ടത്തിൽ 2000-ന്റെ തുടക്കത്തിലും സംഭവിച്ചിട്ടുള്ളതെന്നെല്ലാം വ്യക്തമായിട്ട് പുതിയ തലമുറ മനസ്സിലാക്കാനും കൂടി ഇടവന്നൊരു സിനിമയാണത്. അപ്പോൾ ഇതിലൊരു പ്രത്യേക ഒരു സാഹചര്യം ഈ സിനിമ രൂപപ്പെടുത്തിയിരിക്കുന്നത് ഭയങ്കര രസകരമായിട്ടാണ്. വളരെ തന്മയത്വത്തോടു കൂടിയാണ് എമ്പുരാൻ്റെ
ആദ്യ ഭാഗമായിട്ടുള്ള ലൂസിഫർ സൃഷ്ടിച്ചെടുക്കപ്പെട്ടിട്ടുള്ളത്. അത് ഒരു വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഒരു കവചമണിയിപ്പിച്ചുകൊണ്ട് സാങ്കല്പിക കഥാപാത്രങ്ങളെ സൃഷ്ടിക്കുകയും ഒരു വലതുപക്ഷ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടുള്ള എന്താണ് വലതുപക്ഷ രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ ഇതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് വളരെ സാങ്കല്പികമായിട്ടുള്ള കഥാപാത്രങ്ങൾ സൃഷ്ടിക്കും. എന്നാൽ അതിൽ തന്നെ നമുക്ക് പരിചിതമായിട്ടുള്ള ഒരു കേരളത്തിൻ്റെ ഒരു ചെറിയൊരു രൂപമോടെ സൃഷ്ടിച്ചെടുക്കാൻ ഇതിൻ്റെ തിരക്കഥാകൃത്തായിട്ടുള്ള മുരളി ഗോപിക്കും പൃഥ്വിരാജിനും കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് ജനമനസ്സിലെ അത്രയധികം ആ സിനിമ ലൂസിഫർ എന്ന് പറഞ്ഞ സിനിമ കുടിയിരുത്താൻ സാധിച്ചത് കൊണ്ടാണ് എമ്പുരാനിലേക്ക് വരുമ്പോഴും നമുക്ക് ഖുറേഷി അബ്രഹാം എന്ന കഥാപാത്രം എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ എന്താണ് അദ്ദേഹം ചെയ്യാൻ പോകുന്നത്, ആ കഥാപാത്രം എന്തായിരിക്കും ചെയ്യുന്നത്, സ്റ്റീഫൻ നെടുമ്പള്ളി എപ്പോഴാണ് അവതരിക്കുന്നത്, ഖുറേഷി അബ്രഹാം എന്താണ് ചെയ്യുന്നത് എന്നുള്ളൊരു ക്യൂരിയോസിറ്റി ജനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ പലരുടെയും സംശയം എന്താണെന്ന് വെച്ചാൽ ഒരു ഇൻട്രോ കഴിഞ്ഞതിന് ശേഷം ഈ കഥാപാത്രം ഖുറേഷി അബ്രഹാം അവിടെ പോയി, അല്ലെങ്കിൽ സ്റ്റീഫൻ നെടുമ്പള്ളി എന്താണ് ഒന്നും തമ്മിലൊരു ബന്ധമില്ലാത്ത രീതിയിൽ പോകുന്നുള്ള സാഹചര്യം പറയാനുണ്ടായി. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളിലേക്കും വന്ന് ഇടപെടുകയും മുന്നിൽ നിന്ന് നയിക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയത്തിൽ വളരുകയും രാഷ്ട്രീയം അനുഭവിച്ച് രാഷ്ട്രീയം പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തും താങ്ങി നിർത്താൻ കഴിവുള്ള ഒരു കഥാപാത്രമായിട്ട് സ്റ്റീഫൻ നെടുമ്പള്ളി അവതരിക്കുകയും എല്ലാ ഒരു പുതിയ അധികാര മേഖല അയാളെ സൃഷ്ടിക്കുകയും തനിക്ക് എതിരായി നിൽക്കുന്ന ആളുകളെ തകർക്കുകയും ചെയ്ത് ഖുറേഷി അബ്രഹാം ഖുറേഷി എന്ന് പറയുന്ന കഥാപാത്രം ലോകം മുഴുവൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം സഞ്ചരിക്കുന്ന മേഖലയും അദ്ദേഹം വരാനുള്ള സാഹചര്യങ്ങളും എല്ലാം നമ്മൾ സ്റ്റീഫൻ്റെ ആ ഒരു കഥാപാത്ര സൃഷ്ടിയിൽ നിന്നും കുറച്ചും കൂടി മറ്റൊരു തലത്തിലാണ് അതിനെ അവതരിപ്പിക്കപ്പെടുന്നത്. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ ഒരു പുസ്തകത്തിൻ്റെ പല താളുകളെ ചേർത്ത് നിർത്തുന്ന ഒരു പുസ്തകത്തിൻ്റെ സെൻറ്റർ നടുക്ക് ഉപയോഗിക്കുന്ന നൂലുണ്ടല്ലോ, എല്ലാ പേജുകളും നമ്മൾ കൂട്ടിച്ചേർത്ത് വയ്ക്കുന്ന നൂലായിട്ടാണ് സ്റ്റീഫൻ നെടുമ്പള്ളി ഈ ചിത്രത്തിൽ അബ്രഹാം ഖുറേഷിയെ അവതരിപ്പിച്ചിട്ടുള്ളത്. അബ്രഹാം ഖുറേഷി നമ്മളിപ്പോൾ ഡ്രാക്കുള കഥകളിലും മറ്റും എല്ലാം ഒരു സാത്താൻ്റെ പരിവേഷം ഉള്ളതുകൊണ്ട് അയാൾ വരുന്നതിനും അയാൾ മറ്റൊരാളെ കാണുന്നതിനും അയാളെ മറ്റൊരാൾ കാണുന്നതിനുമെല്ലാം ചില സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നതിലൂടെയാണ് സിനിമ മുഴുവൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരം സാഹചര്യങ്ങൾ മാത്രമാണ് അയാൾ അവതരിക്കുന്നത്. നമ്മൾ സ്ഥിരം കാണുന്നൊരു സിനിമ പാറ്റേണിൽ ഈ സിനിമയെ കാണരുത്. നമ്മുടെ ഹീറോ മുഴുനീള സമയം സ്ക്രീനിൽ നിറഞ്ഞു നിന്ന് പോകുന്നൊരു തരത്തിലല്ല എമ്പുരാൻ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ആഗ്രഹിക്കുന്ന സമയത്ത് ദൈവത്തെ പോലെ അവതരിക്കാനും തങ്ങൾക്ക് മുമ്പിൽ ഒരു നെടുന്തൂണായി നിലനിൽക്കുകയും ചെയ്യുന്ന സ്റ്റീഫൻ നെടുമ്പള്ളി, സ്വർഗത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട സാത്താനെ പോലെ നാശം വിതയ്ക്കാൻ കൽപ്പുള്ള അബ്രഹാം ഖുറേഷി, ഇതെല്ലാം വളരെ ഭംഗിയായിട്ട് നമ്മുടെ ലാലേട്ടൻ ചെയ്തു വെച്ചിട്ടുണ്ട്. ചരിത്രപരമായിട്ട് കഴിഞ്ഞു പോയിട്ടുള്ള രക്തരൂക്ഷിതമായിട്ടുള്ള കൊലപാതകങ്ങളുടെ വ്യക്തമായിട്ടുള്ള ധാരണ ഇവിടുത്തെ ഓരോ ജനാധിപത്യ വിശ്വാസികൾക്കും മനസ്സിലായിട്ടുള്ള കാര്യങ്ങളാണ്. അതിന് പകൽ പോലെ വ്യക്തമായിട്ടുള്ള തെളിവുകളും സാഹചര്യവും പരിശോധിക്കുമ്പോൾ ഇവിടെ ഉണ്ട്. അതോടൊപ്പം തന്നെ ഈ സിനിമയിൽ മറ്റൊരു രാഷ്ട്രീയ വശം, അതിവിദഗ്ധമായി കടത്തിവിട്ട ഒരു രാഷ്ട്രീയ വശമുണ്ട്. അത് ഈ സിനിമ വിജയിക്കാൻ മറ്റൊരു കാരണം കൂടിയാണ്. കാരണം എന്ന് വെച്ചാൽ സെൻട്രൽ ലെഫ്റ്റിസ്റ്റ് പ്രസ്ഥാനങ്ങൾ, ഇവിടുത്തെ വലതുപക്ഷ പ്രസ്ഥാനങ്ങൾ, അതിതീവ്ര വലതുപക്ഷ പ്രസ്ഥാനങ്ങളെന്ന് പറഞ്ഞാൽ ഹിറ്റ്ലറുടെ മുസോളിനിയുടെ ഒക്കെ പോലുള്ള ഫാസിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്ന പലതരം പ്രസ്ഥാനങ്ങളുണ്ട്. ഇതുമായി ഇവിടുത്തെ വലതുപക്ഷ പ്രസ്ഥാനം കൈകോർക്കാൻ പോകുന്ന തരത്തിലുള്ള ഒരു സാഹചര്യം ഈ ചിത്രത്തിൽ കാണിക്കുന്നത് ഒരു പരിധി വരെ ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകൻ്റെ ഉള്ളിൽ വളരെ ഒരു വിഷമം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നുണ്ട്. കാരണം ഇത് മുമ്പത്തെ ഫസ്റ്റ് പാർട്ടിൽ സ്റ്റീഫൻ നെടുമ്പള്ളി, ഞാൻ പറഞ്ഞതുപോലെ ഒരു കൊച്ചു കേരളം, നെടുമ്പള്ളിയും ഒരു രാഷ്ട്രീയ സാഹചര്യം എല്ലാം നമ്മൾ ബോധ്യപ്പെടുത്തി മുരളി ഗോപിയും പൃഥ്വിരാജും വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന സ്റ്റീഫനും അവരെ ചുറ്റിപ്പറ്റിയുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള വലതുപക്ഷ കഥാപാത്രങ്ങൾ, ഈ കഥാപാത്രങ്ങളെ ഇതിലേക്ക് വരുമ്പോഴത്തേക്കും തീവ്ര വലതുപക്ഷ പ്രസ്ഥാനങ്ങളുമായി കൈകോർക്കുന്ന ഒരു സാഹചര്യം കേരള രാഷ്ട്രീയത്തിൽ പലപ്പോഴും ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്.
ഇന്നത്തെ കോൺഗ്രസ്, നാളത്തെ BJP എന്ന് കളിയാക്കി വിളിച്ചിട്ടുള്ള പല കാര്യങ്ങളിലേക്കും കൈകോർക്കാൻ പോകുന്ന ഒരു സാഹചര്യം ചിത്രത്തിൽ അരങ്ങേറുന്ന സമയത്ത് ചിത്രം കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ചിത്രം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, ഞാൻ ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ചുറ്റുമുള്ള പ്രേക്ഷകരെ നിരീക്ഷിക്കുന്ന ഒരാളാണ്. ഏത് സിനിമയും കാണുമ്പോൾ തൊട്ടടുത്തിരിക്കുന്ന ആളെ നിരീക്ഷിക്കുന്ന ഒരാളാണ്. അപ്പോൾ അത്തരൊരു സാഹചര്യം ഈ സിനിമയിൽ ഒരു അതിതീവ്ര വലതുപക്ഷ പ്രസ്ഥാനങ്ങൾ കൈകോർക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ജനം ഒന്ന് അസ്വസ്ഥരാകുന്നു. അതിനുശേഷമാണ് അത്തരം ഒരു സാഹചര്യത്തെ എങ്ങനെ തിരിച്ചു കൊണ്ടുവരാൻ, അത് തിരിച്ച് പോസിറ്റീവായ വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ അന്തസത്ത ഇവിടെ കൊണ്ടുവരുന്നതുകൂടി ഈ ചിത്രം കാണിക്കുന്നത്. അത്തരമൊരു സാഹചര്യം ഈ ചിത്രത്തിന് വളരെയധികം വിജയിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കി കൊടുത്തിരുന്നു. എത്ര തന്നെയാണെങ്കിലും വ്യക്തമായ രാഷ്ട്രീയബോധവും രാഷ്ട്രീയ സാഹചര്യം, ജനാധിപത്യ മൂല്യങ്ങളും ഉയർത്തിപ്പിടിക്കുന്ന വ്യക്തികൾക്ക് മനസ്സിലാക്കാവുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളൊരു ചലച്ചിത്രം തന്നെയാണ് എമ്പുരാൻ. അത് ഏതൊക്കെ തരത്തിലേക്ക് ജനാധിപത്യ മൂല്യം നശിപ്പിക്കപ്പെടുന്നുണ്ടോ അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ സിനിമ ചർച്ച ചെയ്തിട്ടുള്ളത്. ഇത്തരത്തിൽ ഏത് ഫാസിസ്റ്റ് പ്രസ്ഥാനം, കലാരൂപത്തെയോ കലാസൃഷ്ടിയോ അതിനെ നിർത്തലാക്കാനോ ഒരു മുളയിലെന്നില്ലാനോ അതിനെ വളർത്താതിരിക്കാനോ ഏത് കാലഘട്ടത്തിലും ഇവിടുത്തെ സ്വാതന്ത്ര്യ സമര കാലഘട്ടം മുതൽ ഇന്ത്യയിൽ കലാരൂപങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള നേട്ടങ്ങൾ ചെറുതല്ല. എല്ലാ കാലഘട്ടത്തിലും ഇത്തരം ഫാസിസ്റ്റ് നയങ്ങൾക്കെതിരെയും ഫാസിസ്റ്റ് മനോഭാവങ്ങൾക്കെതിരെയും ഇവിടുത്തെ വലതുപക്ഷ പ്രസ്ഥാനങ്ങൾ എന്നും ഒരുമിച്ച് നിന്ന് എതിർത്തിട്ടുള്ള സാഹചര്യമാണ് കേരളത്തിലുണ്ടായിട്ടുള്ളത്. സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിന് മുമ്പ്, സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിന് ശേഷം, സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ നമ്മുടെ കലാരൂപങ്ങളും കലാകാരന്മാരും നമ്മുടെ നാടിന് വേണ്ടി ചെയ്തിട്ടുള്ള സംഭാവനകളൊന്നും ചെറുതല്ല.